ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടർ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ്. നമ്മൾ ഒരു വലിയൊരു ബ്രേക്ക് ആയി പോയി. ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരുന്നു. റിയലി സോറി, അപ്പോളജീസ് ഫോർ ദ ഡിലേ. ഒരു മാസം ഇപ്പോൾ ഇന്ന് ഇന്ന് ഡിസംബർ 23rd ആണ് നമ്മൾ ലാസ്റ്റായിട്ട് ഞാൻ വീഡിയോ ഇട്ടത്. കറക്റ്റായിട്ട് എനിക്കൊന്നൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ വരുന്നത് കറക്റ്റായിട്ട് പോയി. സോ 23rd തൊട്ട് ഇന്ന് ഓൾമോസ്റ്റ് ഒരു മാസമായിരിക്കുന്നു. സോ ഇന്നൊരു പുതിയൊരു ചേഞ്ച് ഞാൻ കൊണ്ടുവന്നു. കാരണം നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിൽ ഐ തോട്ട് ഐ കം അപ്പ് വിത്ത് എ ന്യൂ സൊല്യൂഷൻ. അതിൽ പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റ് ആണ് ഞാൻ ന്യൂസ് സ്കാൻ എന്ന് പറയുന്ന ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തു ഹിന്ദു ഡൽഹി എഡിഷനിൽ. കാരണം ഇതിലെ ഒരു പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവം 25 പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാം എഴുതുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ വരാൻ പോകുന്ന മെയ് 25 സിവിൽ സർവീസ് എക്സാം എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂറാണ്. സോ 1 അവർ ഏകദേശം ഇതിനു വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഇനി ചിലപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആവും. പക്ഷേ പേപ്പറിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിട്ടുകയും വേണം. സോ അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് സ്കാൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാക്കിയത്. അതിൻ്റെ ക്ലാസ് 1 ആണ്. ഈ ഡിസംബർ 23rd തൊട്ട് ഇതുവരെയുള്ള മിസ്സായിപ്പോയ പ്രധാനപ്പെട്ട ന്യൂസ് ആർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരു ന്യൂസ് സ്കാൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. അപ്പോൾ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പത്രമല്ല, കുറേ ദിവസത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ഐ എം ഗോയിങ് ത്രൂ എ വെരി ബാഡ് ഫീവർ. അതാണ് ശബ്ദമില്ലാത്തത്. സോ കൈൻഡ്ലി എക്സ്ക്യൂസ്, മൈ വോയിസ് ഇസ് ജസ്റ്റ് ഓപ്പണിംഗ് അപ്പ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് 1 ഒരുപാട് ദിവസത്തെ പ്രധാനപ്പെട്ട മെയിൻ വാർത്തകളാണ് നമ്മളിതിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇനി അടുത്തത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നൊരു കാര്യം നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ കോഴ്സാണ്. 2025 എഴുതുന്ന ആൾക്കാർക്ക് ലീപ്പ് എന്ന് പറയുന്നത്. അതിലാണ് ഇത് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഈ കാണുന്ന പ്രിലിം സ്കാൻ, ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ന്യൂസ് സ്കാൻ, അതേപോലെ വീക്ക്ലി ലൈവ് എഡിറ്റോറിയലിൻ്റെ ക്ലാസ്സുകൾ, ഇതെല്ലാം നമുക്ക് മിസ്സായതെല്ലാം ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ഒരു ഷോർട്ട് ടൈമാണ് നമുക്കുള്ളത്. സോ ഈ ഒരു ടൈമിൽ നമുക്ക് മിസ്സായിപ്പോയതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ തീർക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം ലീപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ നമ്പേഴ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇനി ഇടാൻ പോകുന്ന ക്ലാസ്സുകളെല്ലാം അങ്ങനെയായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. സോ വർക്ക് ഓൺ ദാറ്റ്. ഓക്കെ, അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ് 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം. സോ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ക്ലാസ് 1 വിത്ത് മീ അർജുന ശങ്കർ. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വിൽ ആക്ച്വലി have a discussion with today's main important topics. ഒന്ന്, ഫാമർ സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് NP-FAM എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ ജയനഗർ ജാഗറി GA ടാഗിൻ്റെ ഒരു സംഭവം ഉണ്ട് ന്യൂസ് പേപ്പറിൽ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത് നമുക്കറിയില്ല. പിന്നെ അതേപോലെ കുംഭമേളയുടെ ഡിസാസ്റ്റർ നടന്നിരുന്നു, അതിനെക്കുറിച്ചുണ്ട്. വാട്ട് ഇസ് ക്ലിപ്പ്, കലേശ്വരം പ്രൊജക്റ്റ് ഉണ്ട്, പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ്റെ ട്രേഡ് ആസ്പെക്ട്സ് ഉണ്ട്, FTA ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ അങ്ങനത്തെ കുറേ ആസ്പെക്റ്റും കൂടെ ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ട് ഇസ് ലാ പെറോസ് മിലിറ്ററി എക്സസൈസ്, എന്താണ് ഈ ലാ പെറോസ് മിലിറ്ററി എക്സസൈസ്, ഇന്ത്യ ബാംഗ്ലാദേശ് ബോർഡറിനെ കുറിച്ചൊരു ചോദ്യം, പരന്തൂർ എയർപോർട്ട് ഇഷ്യൂ, സ്വമിത്വ സ്കീം, ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഫാം ലാൻഡും പ്രോപ്പർട്ടി ടാക്സൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയുള്ളൊരു പുതിയ സംഭവമാണ് സ്വമിത്വ സ്കീം എന്ന് പറയുന്നത്. പിന്നെ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ ചാലഞ്ചസ് കേരളയുടെ, ഇത് പ്രിലിംസിനും മെയിൻസിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്, അതും എടുക്കുന്നുണ്ട്. പിന്നെ സ്മോൾ റിപ്പോർട്ട് ഓൺ ലഡ്കി ബഹൻ യോജന, ഗ്രീൻ കോറിഡോർ ഹാർട്ട് സർജറി, അതേപോലെ ഫോണൽ സ്റ്റോക്ക് ഓഫ് ഇന്ത്യ, EPFO ഡീറ്റെയിലിംഗ് എന്താണ്, അതേപോലെ ടെലി റോബോട്ടിക് സർജറി വളരെ പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്. സോ വാട്ട് ഇസ് ടെലി റോബോട്ടിക് സർജറി, NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, പിന്നെ ബ്രിക്സിൻ്റെ പുതിയ മെമ്പേഴ്സും അതിൻ്റെ ഡൈനാമിക്സും ആണ് ഈ ക്ലാസ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസത്തെ പേപ്പർ അല്ല, പല ദിവസത്തെ പേപ്പറുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഹിന്ദു നിന്നാണ്, ഡൽഹി എഡിഷനാണ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ തിങ്ക് ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. ലെറ്റ്സ് മൂവ് ഓൺ ക്ലോസ്ലി ടു ദ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസസ്. നമുക്ക് കാണാവുന്നൊരു സംഭവമാണ്, പത്രങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വരുന്നുണ്ട്. സെൻറ്റേഴ്സ് കോൾ ഫോർ ഈ മാർക്കറ്റിംഗ് പോളിസി ആണെങ്കിലും അഗ്രി പോളിസി, 121 പ്രൊട്ടസ്റ്റിംഗ് ഫാമേഴ്സ് ഫാസ്റ്റ് ടു ഡെത്ത്, ജഗ്ജീത് സിംഗ് ദലേവാൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹെൽത്ത് വളരെ മോശമായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസത്തിന് ശേഷം ഫാസ്റ്റ് അൺടിൽ ഡെത്ത് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് എന്താണ് NP-FAM എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയണം. എന്തിനാണ് ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, എന്ത് കാരണം കൊണ്ടാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഗവൺമെൻറ് എന്ത് സ്റ്റാൻഡ് എടുത്തു എന്നുള്ളതും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ഹാവ് എ ക്ലോസ് ഐഡിയ ഓൺ ദിസ്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദാറ്റ്.
അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട പോയിന്റ് വിൽ കം അപ്പ് വിത്ത് യെസ് ദിസ് ടോപ്പിക്. സോ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് എന്താണ് ഫാമേഴ്സ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇന്നലെയും തുടങ്ങിയതല്ല, ഫാമേഴ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള ഇഷ്യൂ കുറേ കാലങ്ങളായിട്ട് വരുന്നതാണ്. സോ ഇവിടെ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഫാമേഴ്സിന് എപ്പോഴും കുറേ ഡിമാൻഡ്സ് ഉണ്ടാവും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇവർക്ക് എപ്പോഴും കുറേ ഡിമാൻഡ്സ് ഉണ്ടാവും. ഈ ഡിമാൻഡ്സ് എല്ലാം ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. പലപ്പോഴും പല ഡിമാൻഡ്സും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാമിംഗ് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ അഗ്രികൾച്ചർ നോക്കുമ്പോഴും ഇന്ത്യയുടെ ഒരു വലിയ സ്ട്രോങ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് അതാണ്. നമ്മൾ എത്രയൊക്കെ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അഗ്രികൾച്ചറും പ്രൊഡക്ട്സും ഇല്ലെങ്കിൽ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ താഴെ പോകും. സോ ഇവരെ കെയർ ചെയ്യുക എന്നുള്ളത് എല്ലാ ഗവൺമെൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ഇതാണ് ഈ ടോപ്പിക് ഇത്രയും ഡിബേറ്റബിൾ ആവാൻ കാര്യം, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവർ മുന്നോട്ട് വെച്ച പല ആശയങ്ങളും ഉള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ചോദിക്കുന്ന പ്രധാന ഒരു കാര്യമുണ്ട്, MSP. അത് MSP എന്ന് പറയുന്നത് നമ്മൾ പഠിക്കും മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. പക്ഷേ ഇവർ ലീഗലി ഗ്യാരണ്ടീഡ് MSP ആണ് ഇവിടെ ചോദിക്കുന്നത്. സോ ദർ ഇസ് എ ലീഗൽ ഗ്യാരണ്ടീഡ് MSP ആണ് ഇവിടെ ചോദിക്കുന്നത്. അത് അത്രയും അതായത് MSP എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളൊരു 5 അല്ലെങ്കിൽ 3 ക്രോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്രോപ്പ് നമ്മളൊരു ഫാർമറാണ്, ഈ ക്രോപ്പിൽ നിന്നാണ് നമ്മുടെ വരുമാനം. പക്ഷേ ഈ ക്രോപ്പ് ആര് വാങ്ങിക്കും? ഹു വിൽ ബൈ ദിസ് ക്രോപ്പ്? ഇത് വേണമെങ്കിൽ ഗവൺമെൻറ് വാങ്ങിക്കും. കാരണം ഈ ക്രോപ്പിൻ്റെ വില ഇപ്പോൾ 10 രൂപയാണെന്ന് വിചാരിച്ചോളൂ. നാളെ ചിലപ്പോൾ ഈ ക്രോപ്പിൻ്റെ വില ചിലപ്പോൾ താന്ന് ചിലപ്പോൾ 5 രൂപയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരില്ലേ? ഫാമേഴ്സിന് നഷ്ടം വരും. സോ ഒരു നഷ്ടം വരാത്ത രീതിയിൽ ഗവൺമെൻറ് ഒരു മിനിമം വില കൊടുത്തിട്ട് ഈ ക്രോപ്പുകൾ വാങ്ങിക്കും. അതിനാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു വില ഗവൺമെൻറ് ഇട്ടിട്ട് ഫാർമേഴ്സിന് നഷ്ടം വന്നാലും ഇല്ല, ഗവൺമെൻറ്റിന് നഷ്ടം വന്നാലും ഇല്ലെങ്കിലും ഫാർമേഴ്സിന് നഷ്ടം വരണ്ടെന്ന് വിചാരിച്ച് ആ ഒരു പൈസ കൊടുത്ത് ഇവർ ഈ ക്രോപ്പ് വാങ്ങിച്ചെടുക്കും. സോ അതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇത് ഗവൺമെൻറ് വാങ്ങിക്കും വാങ്ങിക്കാതിരിക്കും. ഗവൺമെൻറ് ഇത്ര ക്രോപ്സിന് MSP ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ലീഗലി ബാക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അതായത് MSP എന്ന് പറയുന്നത് ലീഗലി ബാക്ക്ഡ് ആണ്, അതൊരു റൈറ്റാണ്. ഗവൺമെൻറ് വാങ്ങിയേ മതിയാവൂ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിൽ ഗവൺമെൻറ് ഇതുവരെ എത്തിയിട്ടില്ല. അത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഞങ്ങളൊരു ക്രോപ്പ് ഇറക്കിയാൽ ഗവൺമെൻറ് വാങ്ങിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഡിമാൻഡുകളൊന്നും ഗവൺമെൻറ് എന്താണ് തീരുമാനിക്കാൻ പോകുന്നതും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് NPFAM എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് നാഷണൽ പോളിസി ഫ്രെയിംവർക്ക് ഫോർ ഓൺ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. അതാണ് നാഷണൽ പോളിസി ഫ്രെയിംവർക്ക് ഓൺ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതാണ് ഈ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇത് ഭയങ്കരമായി ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ നാഷണൽ പോളിസി, ഇങ്ങനൊരു പോളിസിയെക്കുറിച്ച് ഭയങ്കര ക്രിറ്റിസിസം വരുന്നുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ പഴയ അനൽഡ് ഫാം ലോസ് തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണെന്നല്ലേ. എന്താണ് ഈ അനൽഡ് ഫാം ലോസ് എന്ന് പറയുന്നത്? അനൽഡ് എന്ന വാക്കിൻ്റെ അർത്ഥം പണ്ടൊരു കാലത്ത് X എന്നൊരു നിയമം ഉണ്ടായിരുന്നു, ആ നിയമം ഇല്ലാതാക്കി, ഇനി ആ നിയമം വേണ്ട. സോ നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കുമല്ലോ ഒരു നിയമം ഇല്ലാതാക്കിയിട്ടുള്ളത്, അല്ലെ? അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ നിർത്തലാക്കിയ പല നിയമങ്ങളും ഫാം ലോസും തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുന്നത് ഫാമേഴ്സിന് ഇഷ്ടമല്ല. സോ ഇത് ഈ ഫാം ലോസ് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് പോയിന്റ് ആണ് ഇവർ പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നെഗറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടറിന് അഗ്രികൾച്ചർ മാർക്കറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഗവൺമെൻറ് കൊടുക്കുകയാണെന്ന് പറയുന്നുണ്ട്. കാരണം ഇനി ഫാർമിംഗ് കാര്യങ്ങളെല്ലാം പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് നടത്തുമെന്ന് പറയുമ്പോൾ അതിനകത്ത് വെൽഫെയർ കുറഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. ഫാമേഴ്സിന് വെൽഫെയർ ഇല്ല എന്നൊരു പേടി അവർക്കുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലി ബാക്ക്ഡ് ആക്കണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നും ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടി വരും. സോ പിന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ NPFAM എന്ന് പറയുമ്പോൾ തന്നെ നാഷണൽ പോളിസി ഫ്രെയിംവർക്ക് ഓൺ അഗ്രികൾച്ചർ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഒരു യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതൊക്കെ പ്രിലിംസിൽ ചോദിക്കാട്ടോ. ഒരു യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റ് അഗ്രികൾച്ചറിന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് എന്തായാലും ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഡിജിറ്റൽ ഓട്ടോമേഷൻ കൊണ്ടുവരുന്നുണ്ട് NPFAM. അതായത് ഫാമേഴ്സിൻ്റെ പേയ്മെൻറ്റ്സിലൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട നോക്കുകയാണെങ്കിൽ AI, അതേപോലെ തന്നെ ഡിജിറ്റൽ ഓട്ടോമേഷൻ, AI, ബ്ലോക്ക് ചെയിൻ, ഇതൊക്കെ ഡിജിറ്റൽ ഓട്ടോമേഷൻ കൊണ്ടുവരുന്നുണ്ട് അഗ്രികൾച്ചറിലും. അത് നല്ലൊരു പുതിയ കാര്യമായിരിക്കാം, പക്ഷെ ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്കറിയില്ല. അതേപോലെ തന്നെ വളരെ കോമ്പറ്റീറ്റീവായിട്ടൊരു മാർക്കറ്റാണ് NPFAM കൊണ്ടുവരാൻ പോകുന്നത്. യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റ് പോലെ ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ടൊരു അഗ്രികൾച്ചർ മാർക്കറ്റാണ് ഒരു പ്ലാൻ ചെയ്യുന്നത്. അതൊരു പ്രധാന കാര്യമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അഗ്രി മാർക്കറ്റിംഗ് റിഫോംസ് കമ്മിറ്റി.
ഒരു അഗ്രി മാർക്കറ്റ് റിഫോംസ് കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അഗ്രി മാർക്കറ്റ് റിഫോംസ് കമ്മിറ്റി. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് GST കൗൺസിൽ പോലെയാണ് കൺക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത്. സ്റ്റേറ്റിലെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിരിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. നമ്മൾ GST കൗൺസിൽ നടത്തില്ല, ഫിനാൻസ് മിനിസ്റ്റർ വരുന്ന പോലെ അഗ്രി മാർക്കറ്റ് റിഫോംസ് കമ്മിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റ്, ഡിജിറ്റൽ ഓട്ടോമേഷൻ, ഒരു വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ മാർക്കറ്റ്, ഇതേപോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ APMC റിഫോംസ്. നമ്മളെപ്പോഴും അഗ്രികൾച്ചർ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ് APMC എന്ന് പറയുന്നത്. അഗ്രി പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഗ്രി പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി. ഇത് ഇത്രയും നാൾ ഒരു റെഗുലേറ്ററി ഏജൻസി ആയിട്ടാണ് നിൽക്കുന്നത്. കുറേ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ റെഗുലേറ്ററി ഏജൻസി എന്ന സംഭവം മാറ്റി ഇതിനെ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയിട്ട് മാറ്റണമെന്നാണ് ഇവർ പറയുന്നത്. ഇത് വെറുതെ നിയമങ്ങൾ പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലാണ്ട് സർവീസ് സെക്ടറിൽ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോക്കസ് മാറ്റണം. അത് തെറ്റ് നിയമത്തിന് മാറ്റി ആ ഒരു ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആസ്പെക്റ്റ് ഇവിടെ കൊണ്ടുവരാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം NP ഫാമിൻ്റെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ്. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. APMC റിഫോം ചെയ്യുന്നുണ്ട്, റെഗുലേറ്ററി എന്ന് മാറ്റി ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ENAM, നാഷണൽ മറ്റേ ഈ പറയുന്ന പോലെ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, ഇതെല്ലാം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ലൈസൻസുകളെല്ലാം ഡിജിറ്റലായിട്ട് എടുക്കാൻ പറ്റും. ഫാമേഴ്സിന് ആവശ്യമുള്ള ലൈസൻസുകളെല്ലാം ഡിജിറ്റലി എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ക്രിറ്റിസിസം ഒരുപാടുണ്ട്. MSP നേരത്തെ പറഞ്ഞ പോലെ ലീഗലി ബാക്ക്ഡ്, എൻ്റെ റൈറ്റാണ്, ഞാനൊരു ക്രോപ്പ് ഉണ്ടാക്കിയാൽ ഗവൺമെൻറ് ഇത് വാങ്ങിക്കണം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് MSP വന്നിട്ടില്ല എന്നൊരു ഒരു പരാതി അവർ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ എക്സസീവ് പ്രൈവറ്റ് കൺട്രോൾ വരുന്നു എന്നുള്ള ഒരു പരാതിയുണ്ട്. ഗവൺമെൻറ് എക്സസീവായിട്ട് പ്രൈവറ്റിന് അഗ്രികൾച്ചർ കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഫെഡറലിസത്തിനെതിരാണ് എന്ന രീതിയിലാണ് പറയുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു നിയമം വന്നു കഴിയുമ്പോൾ ഫെഡറൽ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി സെൻറ്ററും സ്റ്റേറ്റും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവണം. ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം, ഇന്ത്യയുടെ സെൻറ്ററും സ്റ്റേറ്റും നല്ലൊരു ബന്ധം ഉണ്ടാവണം. പക്ഷേ ഇവിടെ പ്രധാന പ്രശ്നം സെൻറ്ററിന് ഒരുപാട് കൺട്രോൾ കിട്ടുകയാണെന്നാണ് ഇവർ പറയുന്നത്, കൺട്രോൾ അഗ്രികൾച്ചറിൽ. അപ്പോൾ സ്റ്റേറ്റിൻ്റെ അവസ്ഥ മോശമാവുമ്പോൾ ഇത് ഫെഡറലിസത്തിന് എതിരാണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫാമേഴ്സായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് എന്താണ് NP ഫാം എന്നുള്ളത്. നാഷണൽ പോളിസി ഫ്രെയിംവർക്ക് ഓൺ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ഒരു മെയിൻസിന് ആൻസർ വന്നാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഇതൊരു ഒരു ഒരു വാർത്തയല്ല ഇതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിനകത്ത് ഒരു വാർത്തയല്ല വന്നിരിക്കുന്നത്, ഒത്തിരി വാർത്തകളുണ്ട്. ഇതിപ്പോൾ ഞാൻ ഹിന്ദു മാത്രമല്ല, വേറെയും പേപ്പറിൻ്റെ ടൈംസ് ഓഫ് ഇന്ത്യയും PT ഇന്ത്യ ടുഡേ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും വാർത്തകൾ ഇതിൽ വന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത്. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് പോളിസി, അതാണ് NP ഫാം എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക. ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്, ഇതിൽ തന്നെ ഇത് വളരെ കൃത്യമായിട്ട് തന്നെ ഇത് പറയുന്നുണ്ട് NP ഫാം എന്താണെന്നുള്ളത്. സോ പ്ലീസ്, ഇത് ഒരു പ്രധാന വാർത്തയാണ്. കഴിഞ്ഞ ഒരാഴ്ച കുറേ നാളുകളായിട്ട് വരുന്ന വാർത്തയായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട വന്നൊരു ഇൻട്രസ്റ്റിംഗ്, ഇതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഹാർഡ്ഷിപ്പ് ഓഫ് ഹാർവസ്റ്റിംഗ് സ്വീറ്റ്നസ് ഇസ് ബെയറിംഗ് ഡൗൺ ദ ഡേറ്റ് ഓഫ് പാം ജാഗറി മേക്കേഴ്സ് ഓഫ് ബംഗാൾ. അപ്പോൾ നമ്മൾ ഈ പാം ജാഗരി, പന എന്നൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ പാം ജാഗരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബംഗാളിൽ പ്രധാനപ്പെട്ടൊരു സ്ഥലം ഇതിൽ പറയുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ജയനഗർ. ജയനഗറിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഈ ആർട്ടിക്കിളിൽ പറയുന്നത് അങ്ങനെയാണ്, ജയനഗറിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. സോ അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ പാം ജാഗരി വെസ്റ്റ് ബംഗാളിൽ വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. സോ ഇതിൻ്റെ സാപ്പാണ് കളക്ട് ചെയ്യുന്നത്. ഈ സാപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ചെയ്ത് ഇതുണ്ടാക്കിയെടുക്കുന്നത്. സോ ഈ സാപ്പ് കളക്ഷൻ, സോ ജയനഗർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഈ സാപ്പ് ബോയിൽ ചെയ്യും. ഈ സാപ്പ് എന്ന് പറയുന്ന സംഭവം ഇത് കൃത്യമായിട്ട് ബോയിൽ ചെയ്ത് ഇത് ഫെർമെൻറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ഫെർമെൻറ്റേഷൻ ആവാതിരിക്കാൻ വേണ്ടി ഇത് ബോയിൽ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കൊണ്ടുവരുന്നത്. വിൻ്റർ സമയത്തും വിൻ്റർ സമയത്ത് ഇതിൻ്റെ സാപ്പ് ഭയങ്കര സ്വീറ്റ് ആണെന്ന് പറയും. സോ ഈ ജയനഗർ സ്വാപ്പ് ഇതെന്ന് പറഞ്ഞ് ഓർത്ത് വെച്ചോളൂ. ഇതിന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. 2015 GI ടാഗ് ഉണ്ട്. സോ ഇതിനകത്ത് ജയനഗറിലുള്ളതിൽ പ്രധാന 2 മിക്സ് ആണ് പറയുന്നത്. സോ റിമെമ്പർ, ജയനഗർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന് 2015 പാം ജാഗറി ആണെങ്കിലും ഇതിന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്.
ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത്. ഒന്ന് നോളൻ ഗുഡ് എന്നാണ് വായിക്കുക, അത് ഗുഡ് എഴുതിയാലും ഇന്ത്യയിൽ ഗുഡ് എന്നാണ് വായിക്കുക. നോളൻ ഗുഡും അതേപോലെ മോവ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വളരെ സ്വീറ്റ് ആയിട്ടുള്ള. ഇതിനൊക്കെയാണ് GI ടാഗ് ഉള്ളത്. അപ്പോൾ ഈ നോളൻ ഗുഡും മോവ സ്വീറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ ഈ പാം ജാഗറി ഇൻഡസ്ട്രിയുടെ ഇതിൽ പറയുന്നുണ്ട്, ഇത്രയും സ്ഥലത്ത് ഇത് കൊണ്ടുവരുന്നെങ്കിൽ നമ്മുടെ ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് പാം ജാഗറി. അപ്പോൾ ഇത് ജാഗറി നിങ്ങൾക്കറിയാമല്ലോ, പലതരം ജാഗറിയിൽ ശർക്കര പലതരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രധാന ത്രെറ്റുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലൈംബിംഗ് ആണ്. പണ്ടൊക്കെ ആൾക്കാർ ക്ലൈംബ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇത് ക്ലൈംബ് ചെയ്യാൻ മൾട്ടിപ്പിൾ പ്രാവശ്യം ക്ലൈംബ് ചെയ്തെടുക്കാനൊന്നും ആൾക്കാരില്ല എന്ന് പറയുന്നൊരു വലിയൊരു ചലഞ്ച് ഉണ്ട്. പിന്നെ ഒന്ന് ആനിമൽ ത്രെറ്റ്സ് ആണ്, അതായത് ഈ സ്നേക്സിൻ്റെയും എലിഫൻസിൻ്റെയും അതേപോലെ വൈൽഡ് ആനിമൽസിൻ്റെയൊക്കെ ഒരുപാട് ശല്യം കൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് പോകുന്നുണ്ട് പാം ജാഗറിയുടെ. അതുകൊണ്ടാണ് ഇത് നിന്ന് പോകുന്നത്. ക്ലൈംബിംഗ് ഒരു ഇഷ്യൂ ആണ്. ആനിമലിൻ്റെ ത്രെറ്റ് ഒരു ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ എക്സ്ട്രീം വെതർ കണ്ടീഷൻ, ഭയങ്കരമായ എക്സ്ട്രീം വെതർ കണ്ടീഷൻ വരുന്നതുകൊണ്ടും ഇതിൻ്റെ പ്രൊഡക്ഷനും ഇത് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. അതിപ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആസ്പെക്റ്റ് എല്ലാത്തിലും ഉണ്ട്. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ത്രെറ്റാണ് ഓവർ ടാപ്പിംഗ്. നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷേ ഓവർ യൂട്ടിലൈസേഷൻ തെറ്റാണ്. ഓവർ ടാപ്പിംഗ് ഭയങ്കര ഒരു പ്രശ്നമാണ്, അതൊരു ചലഞ്ച് ഇവിടെ ഉണ്ട്. പിന്നെ മാസ് സ്കെയിലിൽ ഡിഫോറസ്റ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. ഇപ്പോൾ ലാൻഡിന് വേണ്ടിയും സ്ഥലത്തിന് വേണ്ടിയും ഒക്കെ ഉള്ള ഫോറസ്റ്റൊക്കെ മുറിച്ച് മാറ്റി കളയുമ്പോൾ ഒരുപാട് പനകളും ഇതേപോലെയുള്ള പാമൊക്കെ നശിപ്പിച്ച് കളയുകയാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തെങ്കിലും ഈ ഒരു പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നമ്മുടെ. സോ യെസ്, ദിസ് ഇസ് ക്ലിയർ. നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇത്രയും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തതിൽ 1 സെക്കൻഡ്, ഐ തിങ്ക് ഇറ്റ് സ്റ്റക്ക്. 1 സെക്കൻഡ്, ഞാനൊന്ന് 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് ക്ലൈംബിംഗ് ഇഷ്യൂ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചലഞ്ച്, ക്ലൈംബിംഗ് ഇഷ്യൂ ആണ് അവിടെ. പിന്നെ ഇതിനകത്ത് ഇത്ര വലിയൊരു സംഭവമില്ല. നമ്മൾ ഈ മഹാകുംഭ് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ മഹാകുംഭിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് ഒക്കെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആവും. അവിടെ ഒരു സിലിണ്ടർ കംപ്ലീറ്റ്ലി ബേസ്റ്റ് ആയി പോയതിൻ്റെ പടമാണ് നമ്മൾ കാണുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ NDRF ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ന്യൂസിലും വരുന്നുണ്ട്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. NDRF ഇമ്പോർട്ടൻ്റ് ആയ പോലെ തന്നെ SDRF ഉണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സും ഉണ്ട്. ഇവരുടെ കോമ്പോസിഷനും എങ്ങനെയാണ് കോമ്പോസിഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഇനി അടുത്തത് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ക്ലിപ്പ്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ക്ലിപ്പ്? ഇതെവിടെയാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ ജസ്റ്റിസ് PC ഘോഷ് കമ്മീഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പണ്ട് സിവിൽ സർവീസിന് ചോദിക്കാമെന്ന്, പക്ഷെ ഇപ്പോൾ ചോദിക്കുന്നില്ല. പക്ഷേ ചോദിച്ചുകൂടായിക്കൊന്നുമില്ല. ജസ്റ്റിസ് PC ഘോഷ് ആണ്, ജസ്റ്റിസ് PC ഘോഷ് കമ്മീഷനാണിത്. ജസ്റ്റിസ് PC ഘോഷ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിസ് PC ഘോഷ് കമ്മീഷനാണ്. ഈ കലേശ്വരം പ്രോബ് ആണെന്ന് പറയുന്നത്. ഇത് വേറെ ഒന്നുമല്ല, കലേശ്വരം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് തെലങ്കാനയിലാണിത്. ഈ ജസ്റ്റിസ് ഘോഷ് കമ്മീഷൻ ഇതിനു വേണ്ടിയാണ്, കാരണം അവിടുത്തെ മാസ് സ്കെയിൽ കറപ്ഷനെ കുറിച്ചാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പൈസ, ദ മണി എക്സീഡഡ്. സോ ഇതിൻ്റെ എക്സ്പെക്റ്റേഷനെക്കാട്ടും ഒരുപാട് പൈസ എക്സീഡ് ചെയ്തു. സോ ദർ ഈസ് എ റാംപൻറ്റ് കറപ്ഷൻ ഇൻവോൾവ് ഇൻ ദിസ്. അതാണ് ഇതിനകത്ത് എടുത്തു പറയുന്നത്. സോ നാളെ മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ നമുക്കൊരു ചോദ്യമോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ഈ കലേശ്വരം പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കോൾഡ് ക്ലിപ്പ്. ദ കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ആണ് ക്ലിപ്പ്. അത് തെലങ്കാനയിലാണ്. അതിന് ബന്ധപ്പെട്ടിട്ടാണ് ജസ്റ്റിസ് PC ഘോഷ് എൻക്വയറി കമ്മീഷൻ ഉള്ളത്. സോ അതും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, കാരണം കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. സോ നോ അബൌട്ട് ദാറ്റ്. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് വെരി ഇമ്പോർട്ടൻ്റ്ലി അബൌട്ട് ഇന്ത്യ ടു വർക്ക് വിത്ത് യൂറോപ്യൻ യൂണിയൻ ഇൻ ഡെവലപ്പിംഗ് മോഡേൺ ടെക്. അടുത്ത പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ വരാൻ പോകുന്ന വലിയൊരു വാർത്തയായിരിക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും അത്യാവശ്യം നല്ല റിലേഷൻ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യമല്ല, ഒരു ബ്ലോക്കാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിനി അടുത്ത സൈനപ്പ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽ സപ്ലൈ ചെയിനാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ, ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ നല്ലൊരു പിന്നെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി അത്ര ഇമ്പോർട്ടൻറ്റ്. ഒന്ന് നമ്മൾ ചെയ്യുന്നത് റോ മെറ്റീരിയൽ സപ്ലൈ ചെയിൻ, ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽ സപ്ലൈ ചെയിനും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജ് ടെക്
കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയാണ് നമ്മളിതിൽ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ FTA. വാട്ട് ഈസ് എ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്? ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റും FTA വന്നു കഴിഞ്ഞാൽ, ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ഇവിടെയുണ്ട്, യൂറോപ്യൻ യൂണിയൻ ഇപ്പുറത്തെ സൈഡിലുണ്ടെന്ന് വിചാരിക്കാൽ. സോ ഇവിടെ നിന്നും ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ യൂണിയനിലേക്ക് പോകുന്ന ഗുഡ്, യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്ന ഗുഡും ഈ രണ്ട് മാർക്കറ്റിലും എൻട്രി പോയിന്റ് ഉണ്ട്. സാധാരണഗതിയിൽ ഒരു ഫുഡ് എൻട്രി ചെയ്യുമ്പോൾ ഇതുവഴി എൻട്രി ചെയ്യുക. ഇവിടെയുള്ള ബാരിയേഴ്സ്, ട്രേഡ് ബാരിയേഴ്സ് ഒന്നുമില്ല. ഇവിടെയൊക്കെ വരുമ്പോൾ ഡ്യൂട്ടി ഒക്കെ കൊടുക്കണ്ട, ടാക്സ് അല്ലെങ്കിൽ ഒരുപാട് പ്രൈസ് മാറും. ഇവിടെ വരുന്ന നമ്മൾ ഒരു രാജ്യത്തിന് അടിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടിയും ടാക്സും ആണ് ഇവിടെ വരുന്ന പ്രൊഡക്റ്റിനെ ബാധിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 5 രൂപയുടെ പ്രൊഡക്റ്റ് ഇവിടെ നമ്മൾ ഇന്ത്യ നയിക്കുന്ന 5 രൂപയുടെ പ്രൊഡക്റ്റിന് യൂറോപ്യൻ യൂണിയൻ ഇവിടെ ഒരുപാട് ടാക്സും കാര്യങ്ങളും ഏർപ്പെടുത്തുകയാണെങ്കിൽ ചിലപ്പോൾ 5 രൂപയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലെത്തുമ്പോൾ 150 രൂപയാവും. 5 രൂപയുടെ സാധനം അല്ലെങ്കിൽ കൂടി വന്ന 10 രൂപയ്ക്കോ 150 രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഇത് വാങ്ങിക്കാതെ വരുമ്പോൾ ഒബ്വിയസ്ലി 5 രൂപയുടെ സാധനം നമ്മൾ 150 രൂപ നമ്മൾ വാങ്ങിക്കില്ല. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഇവിടെ ഇന്ത്യൻ ഗുഡ്സിൻ്റെ ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു പോയി, ഇതാരും വാങ്ങിക്കുന്നില്ല. മറിച്ച് 5 രൂപയുടെ സാധനം ഇവിടെ എത്തുമ്പോൾ ഒരു 7 രൂപ അല്ലെങ്കിൽ 10 രൂപയൊക്കെ ആയിക്കഴിഞ്ഞാലും ചെറിയ ടാക്സ് എടുത്താലും ആൾക്കാരിത് വാങ്ങും. ഇപ്പം നമുക്കിവിടെ കിട്ടുന്ന മിറിൻഡയോ ഫാൻറ്റയോ ഒക്കെ വരും. അത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഫാൻറ്റ മിറിൻഡയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടല്ലോ. ഒരു എക്സാമ്പിൾ വിചാരിക്കുക, നമ്മളിവിടെ കുടിക്കുന്ന ഒരു 20 രൂപയുടെ ഒരു ഫാൻറ്റയും മിറിൻഡയും ഇവിടെ വരുന്ന ഈ മിറിൻഡയ്ക്ക് 180, 290 റുപ്പീസിൻ്റെ ഒക്കെ ഡ്രിങ്ക് ഉണ്ട്. 290 റുപ്പീസിൻ്റെ ഫാൻറ്റ നിങ്ങൾ കുടിക്കും 20 രൂപയ്ക്ക് ഫാൻറ്റ ഇവിടെ കിട്ടുമ്പോൾ. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതേപോലെ ഇന്ത്യയിലും യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഗുഡ് ഇവിടെ വരികയാണ്. അവരിവിടെ ഒരു ഗുഡ്സ് ഇറക്കി ഇന്ത്യൻ മാർക്കറ്റിൽ 10 രൂപയുടെ ഒരു സാധനം ഇന്ത്യൻ ടാക്സ് അടിച്ചു കൊടുത്തിട്ട് ഇവിടെ 150 രൂപയ്ക്ക് വിൽക്കില്ല. അതെന്തായാലും വിൽക്കില്ല. അപ്പോൾ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വരുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വന്നാൽ ടാക്സ് ഒന്നും ഫുൾ ഫ്രീ ആണെന്ന് വിചാരിക്കരുത്. അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഒരുപാട് ഗുഡ്സിന് ഫ്രീ ആക്സസ് ഉണ്ടാവാം, പക്ഷേ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വന്നാൽ മുഴുവൻ ഫ്രീ ആണെന്ന് വിചാരിക്കേണ്ട. പല ടാരിഫിലും റേറ്റ്സ് വളരെ കുറവായിരിക്കുന്നതാണ്. ടാരിഫിൻ്റെ റേറ്റ്സ് വളരെ കുറവായിരിക്കും, വളരെ ചെറിയ എമൗണ്ടേ എടുക്കുള്ളൂ. അല്ലാതെ ഫ്രീ ആക്സസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫ്രീ, ചില ഫ്രീ ഉണ്ടാവാം, പക്ഷേ ഡസ് നോട്ട് മീൻ ദാറ്റ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് മീൻസ് ദർ ഇസ് സീറോ ടാരിഫ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നോ എന്ന് പറയേണ്ടി വരും. ഇറ്റ് ഡസ് നോട്ട് ഓൾവേസ് മീൻ എല്ലാം ഫ്രീ ആയിരിക്കും എന്നല്ല, റേറ്റ്സ് വളരെ വളരെ കുറവായിരിക്കും എന്ന്, ടാരിഫ് വളരെ റിഡക്ഷനിലായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുക. പിന്നെ കുറേ പ്രൊഡക്ട്സിൽ ഫ്രീ ആയിരിക്കും. 5 രൂപയുടെ സാധനം ചിലപ്പോൾ 5 രൂപയ്ക്ക് തന്നെ ഇവിടെ ഇറക്കാൻ പറ്റും. 5 രൂപയുടെ 10 രൂപയുടെ സാധനം ഇവിടെ വരുമ്പോൾ 10 രൂപയ്ക്ക് തന്നെ ചിലപ്പോൾ ഇറക്കാൻ പറ്റും. ചിലപ്പോൾ 11 രൂപ, ചെറിയൊരു എമൗണ്ട് വ്യത്യാസം വരും. സോ നല്ല ട്രേഡ് ഉണ്ടാവുന്നതാണ് നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ആ ഒരു പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ അടുത്ത വന്നൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഇറ്റ്സ് റിഗാർഡിംഗ് 9 navies hold joint drills in strategic straits between Indian Ocean and the Pacific. സോ ഡെഫിനറ്റ്ലി ഇൻഡോ പസഫിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഇറ്റ്സ് കോൾഡ് ലാ പെറൌസ്. ഫ്രഞ്ചിൽ ഇനി എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, വേറെ എങ്ങനെയും പറയുന്നില്ല. സോ ഇറ്റ്സ് കോൾഡ് ലാ പെറൌസ്. ഇതിൽ കൊടുത്തിട്ടില്ലേ? ഇതൊരു എക്സസൈസാണ്, മൾട്ടിലാറ്ററൽ എക്സസൈസാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഫ്രാൻസ് ആണ്. The navies of 9 Indo-Pacific countries including India taking part in a multilateral exercise La Perouse. ഫ്രാൻസ് ആണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റും. ഒരുപാട് രാജ്യങ്ങളുണ്ട്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ഇന്ത്യ എന്തായാലും ഉണ്ട്, ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, ഇന്ത്യ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, UK, US. സോ 1, 2, 3, 4, 5, 6, 7, 8, 9 രാജ്യങ്ങളായി. സോ ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇത്രയും രാജ്യങ്ങളാണ് ലാ പെറൌസിൽ പങ്കെടുക്കുന്നത്. ഇത്തരം ഇൻഡോ പസഫിക്കിൽ എന്താ കാര്യം എന്ന് പറയുക, ഇതിനകത്ത് ചൈന ഇല്ല. ഇതിനകത്ത് മറ്റൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ ഇൻഡോ പസഫിക്കിൽ ഇതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റീജിയനിൽ ഡെഫിനറ്റ്ലി ഇത് റീജിയനാണെന്ന് വിചാരിക്കുക. ഇൻഡോ പസഫിക്കിൽ ഇന്ത്യക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം ഇവിടെ US-ഉം UK മറ്റ് ഓസ്ട്രേലിയ മറ്റ് രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ക്വാഡ് പോലത്തെ പ്രധാനപ്പെട്ട ഗ്രൂപ്പിങ്ങുകൾ മാത്രമല്ല, ഇവിടെ ഒരു സ്ട്രോങ് സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ആണ്. കാരണം ഇവിടെ ചൈന ഭയങ്കര സ്ട്രോങ് ആണ്. ചൈനീസ് ഐലൻഡ്സ്, ചൈനയുടെ ഒരു പവർ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഈ റീജിയനിൽ ചൈന കൂടുതൽ സ്ട്രോങ് ആകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്, ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് ഇവിടെ പരസ്പരമുള്ള പസഫിക് രാജ്യങ്ങൾക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊടുക്കാനും അവർക്ക് നല്ല എക്കണോമിക് കോപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ പോലും
യു ഷുഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ അജണ്ട ഇസ് ടു ഡീസ്റ്റെബിലൈസ് ചൈന. ചൈനയ്ക്കൊരു ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാൻ പാടില്ല. അതിന് യു എസും യു കെയും ഒക്കെ വെക്കുമ്പോൾ ചൈനയുടെ ആർച്ച് എനിമി ആയിരുന്ന അല്ലെങ്കിൽ ആദ്യമേ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഇന്ത്യനെ മുൻനിർത്തി ഇന്ത്യന് പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇവിടെ വഹിപ്പിച്ചുകൊണ്ട് ഈ ഏരിയ ബാലൻസ് ചെയ്യിക്കാൻ കൂടെ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഡ്രില്ല് നടത്തുന്നത്. ഇത്രയും നേവൽ ഷിപ്പുകളൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഡ്രിൽസ് നടത്തും എന്നു വെച്ചാൽ ചൈനയെ ഒന്ന് പേടിപ്പിക്കാൻ വേണം. സോ ഇതിന് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ് ഇൻ യുവർ മൈൻഡ്. എന്തിനാണ്, why they are doing this. So in one way you can say it as a kind of a thing to destabilize China and to keep a control on China. അതൊരു പ്രധാന ആസ്പെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ ഒരു ടോപ്പിക്ക്. പിന്നെ പ്രധാനമായിട്ടും നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള 3 സംഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സോ ഐ നീഡ് ടു ഗിവ് യു എ സ്മോൾ ഐഡിയ ഓൺ ദാറ്റ് ഓൾസോ. സോ കണ്ടോ, ഇറ്റ് ഇസ് സ്ട്രേറ്റ്സ് ഓഫ് മലാക്ക, സ്ട്രേറ്റ്സ് ഓഫ് സുണ്ട ആൻഡ് സ്ട്രേറ്റ്സ് ഓഫ് ലോംബക്. സോ 3 പ്രധാനപ്പെട്ട സ്ട്രേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ട്രേറ്റ് ഓഫ് മലാക്ക, അതേപോലെ സ്ട്രേറ്റ്സ് ഓഫ് സുണ്ട, ദ സുണ്ട സ്ട്രേറ്റ്. ഇതൊക്കെ സിവിൽ സർവീസിൻ്റെ പ്രിലിംസിന് ചോദിക്കാം കേട്ടോ. സുണ്ട സ്ട്രേറ്റ്, അതേപോലെ സ്ട്രേറ്റ് ഓഫ് ലോംബക്. ഇതെല്ലാം പ്രധാനപ്പെട്ട സ്ട്രേറ്റുകളാണ്. അതായത് ട്രേഡിന് എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റുമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം ഇനി എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റാണ്. അപ്പോൾ ട്രേഡിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണെന്ന് മനസ്സിലാക്കിക്കോ. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇതിൽ കണ്ടോ ഏത് റീജിയനാണെന്ന് ഉണ്ട്. മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യയുടെ ആ റീജിയനിൽ കണ്ടോ, ഇവിടെയാണ് സിംഗപ്പൂർ, മലേഷ്യയുടെ അടുത്താണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക. ഇപ്പുറത്തെ സൈഡിൽ ഇന്തോനേഷ്യയുടെ കണ്ടോ, ഇന്തോനേഷ്യ യു നോ ദാറ്റ് ഈസ്റ്റേൺ വെസ്റ്റേൺ ഭാഗത്ത് പ്രധാനപ്പെട്ട ഇന്തോനേഷ്യയുടെ ഈ ഒരു ഏരിയയിൽ ജാവ സീയുടെയൊക്കെ ഇടയിലാണ് സുണ്ട സ്ട്രേറ്റ് വരുന്നത്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇതിൻ്റെ ഇടയിലാണ് സുണ്ട സ്ട്രേറ്റ്. അതിൻ്റെ മുകളിൽ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂരിൻ്റെ ഇടയിലൂടെയാണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക പോകുന്നു. ഓർത്ത് വെക്കണം കേട്ടോ. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂരിൻ്റെ ആ സൈഡിലൂടെ വരുന്ന കണ്ടോ എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റ്. ട്രേഡിന് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലമാണത്, സ്ട്രേറ്റ് ഓഫ് മലാക്ക. ഇപ്പുറത്ത് ഇന്തോനേഷ്യയുടെ 2 ഭാഗങ്ങളെ കണക്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ സ്ട്രേറ്റ് ഓഫ് സുണ്ട. ഇന്തോനേഷ്യയുടെ ഇപ്പുറത്തെ സൈഡ് ലാസ്റ്റ് എൻഡിൽ ലാസ്റ്റ് പോയിന്റിൽ യു ക്യാൻ സി ലോംബക് സ്ട്രേറ്റ്. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നമ്മുടെ മാപ്പിൽ ഐ ക്യാൻ ഷോ യു മച്ച് മോർ ബെറ്റർ പിക്ചർ ഇൻ ദിസ്. ഇന്ത്യയുടെ പടം വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സോ ശ്രീലങ്ക കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്ക കഴിഞ്ഞാൽ ഇങ്ങനെ പോയാൽ മതി. ഇന്തോനേഷ്യയുടെ കണ്ടോ ഇങ്ങനെ കിടക്കുകയാണത് ഈ ഒരു സൈഡിൽ. ഇവിടെയാണ് ഇന്തോനേഷ്യ, മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂരിൻ്റെ ആ ഒരു റീജിയനിലാണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക. ഇപ്പോഴത്തെ സൈഡിൽ ഈ ജാവ സീയുടെ ഇടയ്ക്കുള്ളതാണ് സുണ്ട സ്ട്രേറ്റ്. ഇന്തോനേഷ്യയുടെ ലാസ്റ്റ് എൻഡിൽ ഇവിടെയാണ് ലോംബക് സ്ട്രേറ്റ്. തൊട്ട് മുന്നോട്ടാണ് ഓംബായ് സ്ട്രേറ്റ്. ഇറ്റ്സ് കോൾഡ് ഓംബായ് സ്ട്രേറ്റ്. ഈ സ്ട്രേറ്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. സോ റിമെമ്പർ ലോംബക്, ഓംബായ്, സുണ്ട, മലാക്ക സ്ട്രേറ്റ് ഒക്കെ പേപ്പറിൽ വന്നതുകൊണ്ട് തന്നെ ഐ ഹവ് മെയ്ഡ് ദിസ് സൗണ്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതും ഓർത്ത് വെക്കുക. പിന്നെ അത് മാത്രമല്ല, ഇറ്റ് ടോക്സ് അബൌട്ട് അനദർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് കോൾഡ് വാട്ട് ഈസ് അയോറിസ്. ഇങ്ങനെയും ടോപ്പിക്സ് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. എന്താണ് അവോറിസ് എന്നൊരു ടോപ്പിക്കും കൂടെ നമുക്ക് പഠിക്കണം. ഇറ്റ് ഇസ് ഇന്ത്യൻ ഓഷ്യൻ റീജിയണൽ ഇൻഫർമേഷൻ ഷെയറിംഗ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഇത് പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പറഞ്ഞത്. ഇറ്റ്സ് അവോറിസ് ഓർ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു മാരിടൈം ഇൻഫർമേഷന്. യൂറോപ്യൻ യൂണിയൻ ക്രിമാരിയോ പ്രൊജക്ട് 2018 ലോഞ്ച് ചെയ്തതാണ് അവോറിസ് എന്ന് പറയുന്ന ഒരു സെക്യൂർ മാരിടൈം ഇൻഫർമേഷൻ പ്ലാറ്റ്ഫോം. എന്താണ് അവോറിസിൻ്റെ പ്രധാന ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പറേഷൻസ്, കടലിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും കോർഡിനേഷൻസും ഒന്ന് ടാബ് ചെയ്യാൻ, ഇറ്റ്സ് കോൾഡ് ടാബ്, അതിന് വേണ്ടിയുള്ള ഒരു പ്രധാന പ്ലാറ്റ്ഫോമാണ്. ഒന്ന് ഒരു കൊളാബറേറ്റീവ് റിയൽ ടൈം മാനേജ്മെൻറ്റ് ഓഫ് സീ, കടലിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം റിയൽ ടൈമിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് അവോറിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ആൻഡ് ഡെഡിക്കേറ്റഡ് ചാർട്ട് വെസൽസ്, അതായത് കപ്പലുകളെ ട്രാക്ക് ചെയ്യാനുള്ള പ്രധാന കാര്യങ്ങളുണ്ട്. മാനേജ്മെൻറ്റ് ഓഫ് ഇൻസിഡൻസ് അറ്റ് സീ, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഇത് പറയുന്നുണ്ട്. സോ ഐ തിങ്ക് ഐ ഷുഡ് നീഡ് ടു ചേഞ്ച് മൈ ക്യാം ഹിയർ. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ക്യാമറ മാറ്റുന്നേ ഉള്ളൂ. യൂസർ ഫ്രണ്ട്ലി ആണ്. ഏകദേശം 50ഓളം രാജ്യങ്ങൾ, 100ഓളം ഏജൻസീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. എന്താണ് അവോറിസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം? പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ആണ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. 100ഓളം ഏജൻസീസ്, 50ഓളം രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. 50+ കൺട്രീസ് ആ പാർട്ട് ഓഫ് ദിസ്. കടൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ നമ്മൾ സഹായിക്കുന്ന റിയൽ ടൈം, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട വാക്ക്. റിയൽ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് റിമെമ്പർ ദീസ് കോൺസെപ്റ്റ്സ്.
ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇന്ത്യ ബാംഗ്ലാദേശ് ഫാമേഴ്സിൻ്റെ കാര്യമാണ്. ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് ആണ്. സോ ഇന്ത്യയും ബാംഗ്ലാദേശും തമ്മിലുള്ള ബോർഡർ ഇഷ്യൂവിൽ പ്രധാനപ്പെട്ടതും ഇവിടെ ഫാർമേഴ്സ് തമ്മിലുള്ള ഇഷ്യൂ ആണ് ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്നത്. ഫാമേഴ്സിൻ്റെ ഇഷ്യൂ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. കാരണം യൂണിഫൈഡ് ബോർഡർ എന്ന് പറയുമ്പോൾ എഗ്രിമെൻറ്റ് സ്റ്റാർട്ടഡ് സുഖേബാദ് ഔട്ട്പോസ്റ്റ് വേർ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അവരുടെ BGB എന്ന് പറയും. BGB എന്ന് പറയുമ്പോൾ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് എന്നാണ്. അത് അവരുടെയാണ്. ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ആണ്. ഇവിടെ ഫാമേഴ്സ് തമ്മിലുള്ള ഇഷ്യൂ ആണ് പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ. ഇവിടെ കൂടുതലും ബോർഡർ എന്ന് പറയുന്നതെല്ലാം അൺഫെൻസ്ഡ് ആണ്. ചെറിയ ഇതേപോലെ കണ്ടോ ഫെൻസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഓവർ ഫെൻസിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫാർമേഴ്സ് പറയുന്നുണ്ട് ഞങ്ങളുടെ ക്രോപ്പ് അവർ കട്ടെടുത്തു, നിങ്ങളുടെ ക്രോപ്പ് ഞങ്ങൾ എടുത്തു. അപ്പോൾ അവിടുത്തെ ഫാർമേഴ്സ് തമ്മിലുള്ള പ്രശ്നമാണ്. സോ ഇന്ത്യ പാകിസ്ഥാൻ പോലെ അല്ല. ഇന്ത്യ ബാംഗ്ലാദേശ് ബോർഡറിനെ കുറിച്ചും അറിയണം. ഇവിടെ ഫെൻസിങ്ങിൻ്റെ കാര്യം ചില സ്ഥലത്ത് ഓപ്പൺ ബോർഡേഴ്സ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗാർഡ് ചെയ്യുന്നത് ചെറിയ ഫെൻസുകളാണ്. കർഷകർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരും. സോ ഡെഫിനറ്റ്ലി ഇന്ത്യ ബാംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോർഡർ ഇഷ്യൂ പറയുമ്പോൾ ഇതേപോലെ ഫാർമേഴ്സിൻ്റെ ഇഷ്യൂവും കൂടെ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം എടുത്തത്. അത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ക്രോപ്പുകൾ സ്റ്റീൽ ചെയ്യുന്നു. സോ ഇന്ത്യ ബാംഗ്ലാദേശ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ബോർഡർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ നമ്മൾ പറയില്ല ദർ ഇസ് എൻ ഇഷ്യൂ ഓഫ് ഇൻഫിൽട്രേഷൻ, നുഴഞ്ഞു കയറുന്നു എന്ന് പറയുന്ന പോലെ ഇന്ത്യ ബാംഗ്ലാദേശ് റിലേഷനിൽ ബോർഡർ ഇഷ്യൂ വരുമ്പോൾ ഫാർമേഴ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ടുണ്ട്. അതൊരു പ്രധാന അജണ്ട അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഫാമേഴ്സ് ആയിട്ടുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ട്. സോ യു ഷുഡ് ബി നോയിങ് ദാറ്റ്. അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഐ തോട്ട് യു ഷുഡ് നോ അബൌട്ട് ദിസ് ഇഷ്യൂ. ഒരു പുതിയ അജണ്ടയും കൂടെ കിട്ടില്ല. ഇന്ത്യ ബാംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ ഫാമേഴ്സ് ഇഷ്യൂവും കൂടെ ഉണ്ട്, ബോർഡർ ഫെൻസിങ്ങിലുള്ള ഇഷ്യൂവും കൂടെ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു ലോക്കൽ ന്യൂസ് ആണെങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിജയ് ഇടപെട്ടതുകൊണ്ട് മാത്രമല്ല, വിജയുടെ പല സിനിമയിലത്തെയും പോലത്തെ പ്ലോട്ട് പോലെയാണത്. പ്രധാനപ്പെട്ടതാണ് പരണ്ടൂർ എയർപോർട്ട്. ഇത് തമിഴ്നാട്ടിൻ്റെ ചെന്നൈയിലത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട എയർപോർട്ടായിരിക്കും. ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഓൾമോസ്റ്റ് യു നോട്ട് ബിലീവ് 900 days ആയിട്ട് ആൾക്കാർ അക്വിസിഷൻ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം പറയുന്നത് ഇവിടുത്തെ ലാൻഡ്. സോ ദിസ് ബ്രിങ്സ് us ടു എ ലാർജർ ക്വസ്റ്റ്യൻ. ഇത് വിജയുടെ സിനിമയുടെ കഥ പോലെ അല്ല, പക്ഷെ എന്നാലും ഇതൊരു വലിയ സത്യമാണ്. പലപ്പോഴും ഡെവലപ്മെൻറ്റ് വെസസ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറുണ്ട്. ഡെവലപ്മെൻറ്റ് വെസസ് പീപ്പിൾ എന്നോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വെസസ് എൻവയോൺമെൻറ്റ് എന്നോ ഒക്കെ നമുക്ക് കാണാവുന്ന ഒരു ഫാക്ടറാണ്. പലപ്പോഴും ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാൻഡ് വേണം. നമുക്ക് ലാൻഡ് ആവശ്യമുണ്ട്. ലാൻഡ് ഒരുപാട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ എയർപോർട്ടോ എന്തെങ്കിലുമൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ ലാൻഡിൽ ഡെഫിനറ്റ്ലി ഉണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പീപ്പിൾ, ഒരുപാട് ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. സോ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടി വരും. സോ ദിസ് ഇസ് എ ചലഞ്ച്. രണ്ട്, പ്രധാനപ്പെട്ട ഇതിൻ്റെ എക്കോ സെൻസിറ്റീവ് നേച്ചർ എടുക്കേണ്ടി വരും. സോ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്ഥലത്ത് ഒരുപാട് വെറ്റ്ലൻഡ്സ് ഉണ്ട്. നമ്മൾ പാടങ്ങളും അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെറ്റ്ലൻഡ്സും ഫാംലൻഡ്സും ഉള്ള സ്ഥലമാണിത്. കണ്ടോ, ഫാംലൻഡ് വെറ്റ്ലൻഡ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും എൻവയോൺമെൻ്റലി പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട സ്ഥലം നമ്മൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി അക്വിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, സോ ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ. ആർ വി ഗോയിങ് അഹെഡ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആണോ നമ്മുടെ ചലഞ്ച് എന്ന് നോക്കണം. അപ്പോൾ ഈ രണ്ട് ടാർഗറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് മെയിൻസിന് എസ്സേയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസറിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർവ്യൂവിന് വരെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ശരിക്കും ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ എന്താണ് നമ്മൾ എടുക്കേണ്ടത്? ഡെവലപ്മെൻറ്റ് നടത്തണോ അതോ എൻവയോൺമെൻറ്റ്? ഡെവലപ്മെൻറ്റ് നടത്തുമ്പോൾ എൻവയോൺമെൻറ്റിനെ നമ്മൾ ഡെഫിനറ്റ്ലി ഹനിക്കേണ്ടി വരും. അപ്പോൾ അതെന്താണ് എന്നുള്ള ചോദ്യം, ഒരു ഇഷ്യൂ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തിട്ടത്. സംഭവം ചെറിയൊരു വിജയുടെ കാര്യമാണെങ്കിൽ പോലും നമുക്ക് അതിനകത്തുനിന്ന് പഠിക്കാനുള്ള മെയിൻസ് ലെവലിൽ ഈ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്തത് പ്രധാനപ്പെട്ട നരേന്ദ്രമോദി ഡിസ്ട്രിബ്യൂട്ട് 65 lakh പ്രോപ്പർട്ടി കാർഡ്സ് across 12 states in India. So this brings us to a larger question. ഇതാണ് സ്കീമിൻ്റെ പേര്, സ്വമിത്വ സ്കീം. 100 കോടി 65 ലക്ഷം പ്രോപ്പർട്ടി കാർഡ്സ് ആണ് 12 സ്റ്റേറ്റ്സിലും യൂണിയൻ ടെറിട്ടറീസിലും കൊടുക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് സ്വമിത്വ സ്കീം എന്താണ് എന്നുള്ളതും കൂടെ നമുക്കിവിടെ മനസ്സിലാക്കണം. എന്താണ് സ്വമിത്വ സ്കീം എന്നുള്ളതും കൂടെ നമുക്കിവിടെ മനസ്സിലാക്കണം. സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് സ്വമിത്വ എന്നുള്ളതും കൂടെ വി ഷുഡ് ഹാവ് എ ടേക്ക് എ ലുക്ക് അറ്റ് വാട്ട് ഈസ് സ്വമിത്വ. അപ്പോൾ ഇത് വേറൊന്നുമല്ല, സ്വമിത്വ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ വില്ലേജിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മളൊരു ഗ്രാമം എടുത്താൽ മതി.
ഈ വില്ലേജിൽ പലപ്പോഴും ഒരു പ്രോപ്പർട്ടി, ഇതൊരു പ്രോപ്പർട്ടിയാണെന്ന് വിചാരിക്കാം. ഈ പ്രോപ്പർട്ടിയുടെ അതിർത്തികൾ അല്ലെങ്കിൽ ആരുടെയാണ് ഈ പ്രോപ്പർട്ടി എന്നുള്ളതൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം പലപ്പോഴും പ്രോപ്പർ റെക്കോർഡ്സോ അല്ലെങ്കിൽ ഇതാരുടെ സ്ഥലമാണെന്നോ അല്ലെങ്കിൽ ഇതാരുടെ റെക്കോർഡാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സർവേയിങ്ങും റെക്കോർഡ്സും ഇതിന് കറക്റ്റായിട്ട് പ്രോപ്പർട്ടി ടാക്സ് ഒന്നും അടയ്ക്കാൻ പറ്റുന്നില്ല പല ആൾക്കാർക്ക്. ഒരുപാട് വില്ലേജസിലൊക്കെ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഈ സ്വാമിത്വ സ്കീം എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർവേയിങ് ഓഫ് വില്ലേജസ് ആണ്. വില്ലേജിലെ സ്ഥലങ്ങൾ സർവേ ചെയ്യുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരു സ്ഥലം, വില്ലേജിലെ സ്ഥലം സർവേ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡ്രോൺസ് ഉപയോഗിച്ചിട്ട് ഈ സർവേകൾ നടത്തുന്നുണ്ട്. ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് സർവേ ചെയ്യുന്നുണ്ട്, ഡ്രോൺ ഉപയോഗിച്ച് സർവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന ഏരിയ ഇയാളുടെയാണ്, എ എന്ന് പറഞ്ഞ ആളുടെയാണ്, ഇന്ന ഏരിയ ബീൻ്റെ ആണ്, ഇന്ന ഏരിയ സീൻ്റെ ആണ്, ഇവിടെ ചെറിയൊരു ഏരിയ ഡീൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ അതിർത്തി തിരിച്ച് കറക്റ്റായിട്ട് ലാൻഡ് റെക്കോർഡ്സ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി കാർഡ്സ് ഇപ്പോൾ എയും ബിയും സിയും ഡിക്കൊക്കെ ഇത് എയിം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഒന്ന് റൂറൽ ഡിജിറ്റൈസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? ഡ്രോൺ വെച്ചൊക്കെ അതിർത്തി തിരിച്ച് ഫ്ലൈ ചെയ്തൊക്കെ കണ്ടുപിടിക്കുകയാണ് ആരുടെയൊക്കെ പ്രോപ്പർട്ടി ആണെന്ന് കണ്ടുപിടിക്കുമ്പോൾ. സോ ഒന്ന് ഓണർഷിപ്പ് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ബെറ്ററാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത് സ്വാമിത്വ സ്കീമിൻ്റെ. ഒന്ന് ഓണർഷിപ്പ് കുറച്ചുകൂടെ നമുക്ക് കണ്ടുപിടിക്കാം, ആരാണ് കറക്റ്റ് ഓണർ എന്ന് കണ്ടുപിടിക്കാം. പിന്നെ ഒന്ന് ഡിജിറ്റൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് ലോങ് റണ്ണിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഡിജിറ്റൽ മാപ്പ് ഡ്രോൺ വെച്ച് ഉപയോഗിച്ച് നമുക്ക് ഡിജിറ്റൽ മാപ്പ് കിട്ടുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. ഡിസ്പ്യൂട്ട്സ് അവസാനിപ്പിക്കാൻ പറ്റും. അതിർത്തി തർക്കങ്ങൾ ഇഷ്ടം പോലെ സിവിൽ കേസുകളാണ്. ഇതെൻ്റെ സ്ഥലം, എൻ്റെ സ്ഥലം. ആ ഡിസ്പ്യൂട്ട്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ലോ ഡിസ്പ്യൂട്ട്സ് കുറയ്ക്കാൻ പറ്റും. അതേപോലെ ബെറ്റർ പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ ആൾക്കാർക്ക് ടാക്സ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റും. സ്ഥലം വേർതിരിച്ചാൽ കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കുമ്പോൾ ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുമല്ലേ, കറക്റ്റ് ടാക്സും കിട്ടുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ മാപ്പ് പറഞ്ഞു, ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആധാറൊക്കെ, നമ്മുടെ ആധാർ ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രോപ്പർട്ടിയുടെ. അതുമാത്രമല്ല, ഇതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കൊളാട്രൽ. ലോൺ എടുക്കാൻ വേണ്ടി നമുക്ക് കൊളാട്രൽ കിട്ടുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് കോൾഡ് മോണിറ്റൈസേഷൻ. റൂറൽ ഏരിയാസിൽ കൊളാട്രൽ കിട്ടി. ഇപ്പോൾ എനിക്കൊരു തുണ്ട് ഭൂമിയുണ്ട്, എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര ഒരു തുണ്ട് ഭൂമിയുണ്ട്, ഇത്രയും കാലം എനിക്ക് ബാങ്കിൽ നിന്ന് ലോണോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. സോ ഇറ്റ്സ് കോൾഡ്, ഈ പോയിന്റിന് പറയുന്ന പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് മെയിൻസിനൊക്കെ എഴുതാവുന്ന ഒരു സാധനമാണ്. ഇറ്റ്സ് കോൾഡ് റൂറൽ മോണിറ്റൈസേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് കൈൻഡ്ലി നോട്ട് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിലൊക്കെ കൊണ്ടുവരാവുന്നൊരു വാക്കാണ്. ഇറ്റ്സ് കോൾഡ് റൂറൽ മോണിറ്റൈസേഷൻ. റൂറൽ ഏരിയയിൽ ലോൺ എടുക്കാൻ പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളെല്ലാം കറക്റ്റ് വേർതിരിച്ച് കിട്ടുകയാണെങ്കിൽ ഈ സ്ഥലങ്ങൾ നമുക്ക് ബാങ്കിൽ വെച്ച് നമുക്ക് പൈസ എടുക്കാം. സോ ഇറ്റ്സ് റൂറൽ മോണിറ്റൈസേഷൻ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി കാർഡ്സ് ആണ് മോഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. സോറി, ഓക്കെ. സോ ഐ തിങ്ക് ദിസ് പോയിന്റ് ഈസ് ഓൾസോ ക്ലിയർ. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്, 65 പ്രോപ്പർട്ടി കാർഡ്സ് കൊടുക്കുന്നുള്ളത്. പിന്നെ അടുത്തത് ലിക്കർ യൂണിറ്റ്. കേരള ഗവൺമെൻറ്റിൻ്റെ വാർത്തയാണെങ്കിലും നാഷണൽ ന്യൂസിൽ, സ്റ്റേറ്റ് ന്യൂസിൽ വന്ന കേട്ടോ, ഡൽഹി എഡിഷനിൽ വന്ന വാർത്തയാണ്. നമുക്കിതിനകത്തുനിന്ന് മറ്റു കാര്യങ്ങളെക്കാട്ടും കൂടുതൽ ഇതിൽ വേറൊന്നുമല്ല, ഇതിന് നമുക്ക് കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം ലാൻഡാണ്. ഈ ലിക്കർ യൂണിറ്റിന് സ്ഥലം എടുക്കാനാണ് ഇതിൽ പറയുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ. സോ അതിൽ പ്രധാന പ്രശ്നം പെരിനലി വാട്ടർ സ്കേഴ്സ് പാലക്കാട് ഡിസ്ട്രിക്ട്. പാലക്കാടിൽ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, വർഷങ്ങൾക്ക് മുമ്പ് പ്ലാച്ചിമട നാഷണൽ ന്യൂസിലുണ്ടായിരുന്നതാണ്. പ്ലാച്ചിമട കാരണം കൊക്കക്കോള ഫാക്ടറി അവിടെ പൂട്ടിച്ചു. കാരണം ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. കൊക്കക്കോള ഫാക്ടറി പൂട്ടിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഫാക്ടറി പൂട്ടിക്കുന്നോ എന്നുള്ളൊരു ചോദ്യത്തിനെക്കാട്ടും കൂടുതൽ അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആണ്. ഇതിൽ ഇവിടെ ഒരു ഫാക്ടറി വന്നു എന്ന് വിചാരിച്ചോളൂ. ഇറ്റ്സ് എ ബിഗ് ഫാക്ടറി. ഇവിടെ വലിയൊരു ഫാക്ടറി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഒരു വലിയ സംഭവമുണ്ട്. ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിവിടെ താമസിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ, ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വെള്ളം കുറയുന്നതാണ് പറഞ്ഞത്. കാരണം നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടല്ലോ, ഇവരിത് ഈ ഗ്രൗണ്ട് വാട്ടർ മൊത്തം എക്സ്ട്രാക്ട് ചെയ്യാണ്. ഇവർ ഈ വെള്ളം മൊത്തം എടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ഈ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ എടുക്കുമ്പോൾ താഴെ നിന്നുള്ള വെള്ളം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് വെച്ചിട്ടാണ് കൊക്കക്കോളയൊക്കെ ഉണ്ടാക്കിയിരുന്നത് അന്ന്. അപ്പോൾ സാധാരണക്കാരന് ഇവിടെ വെള്ളം കുറയണം. ഒന്നാമത് വാട്ടർ സ്കേർസ് ആണ്. അപ്പോൾ അവിടെയുള്ള വെള്ളം മുഴുവൻ സാധാരണക്കാരന്
നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും കുടിക്കാനും ഉള്ള ആവശ്യങ്ങൾക്ക് മറിച്ച് ഇറ്റ് ഈസ് ബീങ് ഡൈവേർട്ടഡ് ടു കോർപ്പറേറ്റ് സ്റ്റൈൽ കൊക്കക്കോള ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ എക്സോസ്റ്റ് ആവുകയാണ്. ഇത് വലിയൊരു കൺസേൺ ആണ്. സോ പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കരമായ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. സോ ഇത് ഏത് സ്ഥലത്തും ഇങ്ങനെ ഒരു പ്ലാന്റ് വരുമ്പോൾ എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്, അത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു ലിക്കർ ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു കൊക്കക്കോള ഫാക്ടറി വന്നുകൊണ്ട് എന്താണ് സാധാരണക്കാർക്ക് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇത് വലിയൊരു പ്രോബ്ലമാണ്. അവിടുത്തെ വെള്ളം നഷ്ടപ്പെടും. ആ വെള്ളം, അപ്പോൾ വാട്ടർ റിസോഴ്സ് വളരെ സ്കേർസ് ആയിട്ടുള്ള പാലക്കാട് പോലത്തെ സ്ഥലത്ത് ഇത് ചെയ്താൽ തെറ്റല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത്തരം ഇഷ്യൂസിന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിലാക്കി വെക്കണം. ഗ്രൗണ്ട് വാട്ടറും ഇതൊക്കെ മനസ്സിലാക്കണം. ഇതിലും നമ്മൾ എയർപോർട്ടിൻ്റെ കാര്യത്തിലും എൻവയോൺമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റു സ്ക്രൂട്ടിനി ഓഫ് ലഡ്കി ബഹൻ യോജന, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലഡ്കി ബഹൻ യോജന മഹാരാഷ്ട്രയിൽ എല്ലാവർക്കും അക്കൗണ്ടിൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു ചലഞ്ചായിരിക്കുകയാണ്. മുഖ്യമന്ത്രി മാജി ലഡ്കി ബഹൻ യോജന, അതൊരു സ്കീമാണ്. ഏക്നാഥ് ഷിൻഡെ ഗവൺമെൻറ് 2024 ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ വിമണിന് കൊടുക്കുന്നതാണ്. വീക്കർ സെക്ഷൻസ് ഹൂസ് ഫാമിലി ഇൻകം ഇസ് ബിലോ 2.5 lakh, 1500 രൂപയാണ് മാസം അയച്ചു കൊടുക്കുന്നത്. 2.5 ലക്ഷം രൂപയ്ക്ക് വാർഷിക വരുമാനം ഒരു വർഷം കുറവുള്ള ആൾക്കാർക്ക്. ഇതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം ആൾക്കാരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ശരിക്കും ഇവർക്ക് 2.5 ലക്ഷമാണോ ഒരു വർഷം ഇവരുടെ വരുമാനം എന്ന് കണ്ടുപിടിക്കാൻ ഗവൺമെൻറ് ഇപ്പോൾ ഇത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന് ഗവൺമെൻറ് കണ്ടുപിടിക്കുകയാണ്. സോ ഇത്തരത്തിലുള്ള സ്കീമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാജി ലഡ്കി ബഹൻ യോജന മഹാരാഷ്ട്ര ഗവൺമെൻറ് സ്കീമാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ DBT. What do you mean by DBT? It's a direct benefit transfer. അക്കൗണ്ടിൽ പൈസ അയച്ചു കൊടുക്കുകയാണ്. സോ ജസ്റ്റ് ഇമാജിൻ, ഇതിൻ്റെ എക്കണോമിക്സ് ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹെവി ബർഡൻ ഓൺ ദ സ്റ്റേറ്റ്സ് ബഡ്ജറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ട്രഷറി അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് എക്സ്ചക്കർ എന്ന് പറയുന്നത്. അത്രയ്ക്ക് മാസം എത്ര കോടി രൂപ ഗവൺമെൻറ് ഇത് മുടക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ചോദ്യം എക്കണോമിക് വൈസ് ഇതിൻ്റെ ചോദ്യം, സൊസൈറ്റി വെൽഫെയർ വൈസ് ഇറ്റ്സ് എ ഗുഡ് തിങ്. എക്കണോമി വൈസ് ഇതിൽ ചോദിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഇത്രയും ഗവൺമെൻറ്റിന് ഇത്രയും പൈസ കൊടുക്കാൻ ഗവൺമെൻറ്റിന് അത്രയും വരുമാനം റവന്യൂ ഉണ്ടോ? ഇതാണ് എക്കണോമിസ്റ്റുകൾ ചോദിക്കുന്നത്. ഇങ്ങനത്തെ സ്കീം, ദീസ് ആർ പോപ്പുലിസ്റ്റ് സ്കീം. ഇറ്റ്സ് കോൾഡ് പോപ്പുലിസ്റ്റ് സ്കീം, അങ്ങനെയാണ് ഇതിനെ വിളിക്കുന്നത്. ദേ ആർ കോൾഡ് പോപ്പുലിസ്റ്റ് സ്കീം. ഇത്രയും സ്കീമുകളൊക്കെ ഉള്ളപ്പോൾ ഇത്രയും പൈസ ഉണ്ടോ എന്നും കൂടെ ചോദിക്കുകയാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗവൺമെൻറ്റിന് അത്രയും ഫണ്ട് ഉണ്ടോ എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് എ കീ കൺസേൺ ഓൺ ദാറ്റ്. പിന്നെ പ്രധാനം ഡോക്ടേഴ്സ് 13 മിനിറ്റിൽ ബ്രെയിൻ ഡെഡ് അയാളുടെ ഹാർട്ട്. നമ്മൾ മലയാളികൾക്കെല്ലാം ഇത് പോപ്പുലറാണ്. നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാഫിക് സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന മരിച്ച ആളുടെ എത്ര മിനിറ്റുകൾക്കുള്ളിൽ ഹാർട്ട് ട്രാൻസ്ഫർ ചെയ്ത്. ജസ്റ്റ് യു ക്യാൻ ഇമാജിൻ, വളരെ പെട്ടെന്ന് തന്നെ 13 മിനിറ്റിലാണ് മെട്രോ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ അതിന് പറയുന്ന ഗ്രീൻ കോറിഡോർ എന്നാണ് അതിനെ വിളിക്കുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. നമുക്കതിൽ കൂടുതൽ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ഗ്രീൻ കോറിഡോർ ആണ്. എന്താണ് ഗ്രീൻ കോറിഡോർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇറ്റ്സ് എ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് മെറ്റിക്കുലസ്ലി മാനേജ്ഡ് റൂട്ട് ദാറ്റ് ഇസ് ക്രിയേറ്റഡ് ഫോർ റാപ്പിഡ് ആൻഡ് എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെഡിക്കൽ ഐറ്റംസ്. മെഡിക്കൽ ഐറ്റംസ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ യു ക്രിയേറ്റ് എ ഗ്രീൻ കോറിഡോർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കൽ മെഡിക്കൽ ഐറ്റംസ് സച്ച് ആസ് ഹാർവെസ്റ്റഡ് ഓർഗൻസ്, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഹാർട്ട്, ഇതൊക്കെ നമ്മൾ എടുത്തു മാറ്റുമ്പോൾ ഇത് കൊണ്ടുപോകാൻ ഒരു മെറ്റിക്കുലസ്ലി ക്രിയേറ്റഡ് പാത്വേ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നാലല്ലേ മിനിറ്റുകൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇത് എത്തിക്കണ്ടേ. സോ അങ്ങനെ നമ്മൾ ഗ്രീൻ കോറിഡോർ ക്രിയേറ്റ് ചെയ്യും. സോ ഹാർവെസ്റ്റഡ് ഓർഗൻസിന് വേണ്ടി ഗ്രീൻ കോറിഡോർ ക്രിയേറ്റ് ചെയ്യും. ദ റൂട്ട് ഇസ് ഗിവൺ ടോപ്പ് പ്രയോറിറ്റി. ഹൈദരാബാദ് ഇപ്പോൾ അവർ ചെയ്ത എന്താണെന്ന് വെച്ചാൽ മെട്രോ ലൈനാണ് അവർ ഉപയോഗിച്ചത്. ഇത് ഗ്രീൻ കോറിഡോർസ് വെർ യൂസ് ടു ക്രിയേറ്റ് ഗ്രീൻ കോറിഡോർസ് ടു ട്രാൻസ്പോർട്ട് ഓർഗൻസ്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. മെഡിക്കൽ കാര്യങ്ങൾക്ക് ഹാർവെസ്റ്റഡ് ഓർഗൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവം കൂടാണ് ഗ്രീൻ കോറിഡോർസ് എന്നുള്ളതും കൂടെ ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഫോണൽ സ്റ്റോക്ക്, ഇത് നാഷണൽ ന്യൂസിൽ വന്നതാണ്. മൂന്നാറിൻ്റെ ഫോണൽ സ്റ്റോക്ക്. അപ്പോൾ ഇതിൽ കുറച്ച് വൈൽഡ് ലൈഫ് പാർക്കുകളും കുറച്ച് ആനിമൽസിൻ്റെ കുറച്ച് ബേർഡ്സിൻ്റെ ഒക്കെ പേരുകൾ ഞാനിത് എല്ലാം പഠിക്കാൻ വയ്ക്കാൻ പറ്റില്ല. പക്ഷേ UPSC പലപ്പോഴും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ മത്തിക്കേട്ടൻ ഷോള നാഷണൽ പാർക്ക്, പാമ്പാടും ഷോള, ആനമുടി, കുറിഞ്ഞിമല, എരവികുളം, ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറീസുമാണ്. സോ മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിച്ചാലും നമുക്ക് ഓർമ്മയുണ്ടാണ്. ഇപ്പോൾ MSNP, PEC, പാമ്പാടും, ആനമുടി, കുറിഞ്ഞിമല, എരവികുളം, ചിന്നാർ, ഇതെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ് കേരളത്തിൽ. ഇത് ഈ വാർത്തയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് എഴുതിയത്. സോ നോ അബൌട്ട് ദിസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ കുറച്ച് ബേർഡ്സിൻ്റെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഇതായിട്ട് തന്നെ കാണേണ്ടതായിട്ട് തന്നെയുണ്ട്. കാരണം ഇതൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ളതും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ളതും അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ബ്രൗൺ ഹോക്ക് ഓൾ, ബട്ടൺ ക്വെയിൽ, ഔലെറ്റ് ഔൾ, വീവർ, റെഡ് മുനിയ, റിച്ചാർഡ്സ് പിപ്പിറ്റ്, ജർദൻസ് ബുൾഷാക്ക്, ഇതൊന്നും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല കേട്ടോ. എത്ര വിചാരിച്ചാലും ഇതൊന്നും കാണാൻ പഠിക്കാൻ പറ്റില്ല. പക്ഷേ പേപ്പറിൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നാളെ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് ചോദിക്കും ഈ ബേർഡ്സ് എല്ലാം ഇന്ത്യയിലുണ്ടോ എന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. PYQ ആണിത്. സോ ഇതൊന്നും കാണാതെ പഠിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് വെറുതെ ഒന്ന് ഓടിച്ച് നോക്കുക. എഴുതിയെടുക്കും വേണ്ട. ഇപ്പോൾ ലാർജ് ഗ്രേ ബാബ്ലർ ഓർത്ത് വയ്ക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒന്ന് വായിച്ചു നോക്കുക. എവിടെയെങ്കിലും ഒരു പേര് ഓർമ്മ വന്നാലോ അത്രയും എടുത്താൽ മതി. പക്ഷെ ഇതൊക്കെ ഓർക്കണം എന്തായാലും. നീൽഗിരി വുഡ് പീജിയൻ, സ്റ്റെപ്പി ഈഗിൾ, പെരിഗ്രീൻ ഫാൽക്കൺ, ഇന്ത്യൻ ഈഗിൾ, അതേപോലെ ബ്ലൂ ഇയർ കിങ്ഫിഷർ, മോണ്ടാഗൂസ് ഹാരിയർ, ഇതൊക്കെ നമുക്കിവിടെ ഉള്ളതാണ്, ഇന്ത്യയിലുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. ഇത് എനിക്കറിയില്ല, വായിച്ച് ജസ്റ്റ് ട്രൈ റീഡിങ് ഇറ്റ്. മറക്കുകയാണെങ്കിൽ പോട്ടെ, കിട്ടും. അത് അത്ര ചാൻസേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ പ്രധാനമായിട്ടും ബട്ടർഫ്ലൈസിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഹാവ് എൻ ഐഡിയ ഓൺ ദ ബട്ടർഫ്ലൈസ്. ഇപ്പോൾ ബുഷ് ബ്രൗൺ, ദ പൾനി ബുഷ് ബ്രൗൺ, ഫ്രിറ്റ്ലർ, നീൽഗിരി ടൈഗർ, നീൽഗിരി ക്ലൗഡഡ് യെല്ലോ, ഇതെല്ലാം ബട്ടർഫ്ലൈസ് ആണ്. ഇത് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാവുന്നതേ ഉള്ളൂ. ക്ലൗഡഡ് യെല്ലോ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഗ്രാസ് ജുവൽ, സ്മോളസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരള, ഇതും ചോദിക്കാം. ഗ്രാസ് ജുവൽ എന്താണ്? അതേപോലെ സതേൺ ബേർഡ് വിങ്, ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ ഇന്ത്യ, ഇതൊക്കെ ഈ പേപ്പറിൽ ആർട്ടിക്കിൾ വന്നാട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് പ്രിലിംസ് ചോദിക്കാം. സതേൺ ബേർഡ് വിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ ബേർഡ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ ബട്ടർഫ്ലൈ, ഇറ്റ്സ് എ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ ഇന്ത്യ എന്നൊക്കെ ചോദിച്ചാലും ഗ്രാസ് ജുവൽ ഇസ് ദ സ്മോളസ്റ്റ് ആൻഡ് സതേൺ ബേർഡ് വിങ് ഇസ് ദ ലാർജസ്റ്റ്. പിന്നെ പ്രധാനമായിട്ടും നീൽഗിരി താർ നിങ്ങൾക്കറിയാം. ടൈഗേഴ്സ് ഉണ്ട്, ലെപ്പേർഡ്സ്, നീൽഗിരി മാർട്ടൻസ്, ഗോർസ്. എന്താണ് നീൽഗിരി മാർട്ടൻ എന്ന് പറഞ്ഞാൽ? ഇതാണ് ഈ പടത്തിൽ കാണുന്ന സംഭവമാണ്. നമുക്കുണ്ട് നീൽഗിരി മാർട്ടൻസ്. രസമുള്ള സാധനമല്ലേ? ചെറുതായിട്ട് മറ്റേ പാം സിവറ്റ്, മരപ്പട്ടീനെ പോലെയൊക്കെ ഉണ്ട് കാണാൻ, പാം സിവറ്റ്. സോ ഇറ്റ്സ് നീൽഗിരി മാർട്ടൻ. അതും പ്രധാനമായിട്ടും ഓർത്ത് വയ്ക്കുക. സോ പ്ലീസ് ഹാവ് എൻ ഐഡിയ ഓൺ ദിസ്. അപ്പോൾ ഈ പേരുകൾക്ക് പറ്റുന്ന പോലെ ഓർത്ത് വയ്ക്കുക. ഇത് പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റഡ് ഏരിയാസും കൂടെ കേട്ടോ. അടുത്ത പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത് EPFO. പല പ്രാവശ്യം ന്യൂസിൽ വരുന്നൊരു സംഭവമാണ്. എന്താണ് EPFO? അത് കറക്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്, അപ്പോൾ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ്, ആധാർ നമ്പർ വെച്ച് കളക്ട് ചെയ്യാന്നുള്ളതല്ല നമ്മുടെ വാർത്ത. നമുക്ക് EPFO എന്താണെന്നുള്ളത് EPFO എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. സോ അവിടെ നമ്മളത് നോക്കുമ്പോൾ യു ഷുഡ് ഹാവ് എ ക്ലാരിറ്റി ഓൺ ദാറ്റ്. ഒന്ന്, ഇത് EPFO കറക്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്താണ് EPFO എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് യു ഷുഡ് ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. സോ അതിൽ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. EPFO ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി, ഒന്ന് മിനിസ്ട്രി ഓഫ് ലേബർ, രണ്ട് പ്രൊവിഡൻറ്റ്. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ PF പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ സ്കീം, ഇൻഷുറൻസ് സ്കീം, ഓർഗനൈസ് സെക്ടറിലുള്ള, നമ്മുടെ ഇവിടെ ഓർഗനൈസ് സെക്ടറിലുള്ള, ഇപ്പം നമുക്കൊക്കെ PFും ഗ്രാറ്റുവിറ്റിയൊക്കെ പോലത്തെ പ്രൊവിഡൻറ്റ് ഫണ്ടും ഇവരുടെ പെൻഷനും ഇത്തരം കാര്യങ്ങളെല്ലാം കൊടുക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഏജൻസിയാണ് EPFO, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് എന്നുള്ളതും കൂടെ വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ യു ഷുഡ് ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. ഓക്കെ, അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഭവം. ഇപ്പോൾ ഇതിലെ ന്യൂസ് ഇതാണ്. ആധാർ നമ്പർ വെച്ച് എല്ലാവർക്കും മാറ്റം എന്നൊക്കെ പറയുന്നത്, പുതിയ EPFO 2.3 എന്നൊക്കെ പറയുന്നത് പുതിയ സോഫ്റ്റ്വെയർസ് ആണ്, പുതിയ ഒരു സിസ്റ്റം അപ്ഡേറ്റ്സിനെയാണ് 2.0 3.0 എന്നൊക്കെ പറയുന്നത്. എന്തായാലും നോ അബൌട്ട് ദി സ്കീം. ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ഇനി അടുത്ത കണ്ടോ, എന്താണ് ഇതിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഫങ്ഷൻസ് ഓബ്വിയസ്ലി PF നമുക്ക് മാനേജ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, പെൻഷൻ സ്കീംസ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് സ്കീം, എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക് ഇൻഷുറൻസ് സ്കീമും EPFOൻ്റെ പ്രധാന ഡ്യൂട്ടിയാണ് എന്നുള്ളതും കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കി വയ്ക്കുക. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 2 ഹാർട്ട് സർജറി യൂസിങ് ടെലി റോബോട്ടിക് സിസ്റ്റം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെലി റോബോട്ടിക് സിസ്റ്റമാണ്. ഇത് ടെലി റോബോട്ടിക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് സർജറി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഫസ്റ്റ് ഡോക്ടേഴ്സ് യൂസ് ദിസ്. അതായത് നമ്മളിതാ ഇവിടെയാണ്, ഈ ഹോസ്പിറ്റലിലാണ് രോഗി കിടക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം കണ്ടോ 250-300 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടേഴ്സ് ഇവിടെ നിന്നും സർജറി ഈ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ, ടെലി റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ലാറ്റൻസി ടൈം, കണക്ടിവിറ്റി എല്ലാം ഉണ്ടാവണം കേട്ടോ, കറക്റ്റ് ആയിരിക്കും. ലാറ്റൻസി എന്ന് പറയുമ്പോൾ ഡിലേ,
അത്ര പെർഫെക്റ്റ് ആയിട്ട് സർജറി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സോ യു ഷുഡ് ടേക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് ഇറ്റ്. ഇതിൽ പറയുന്നുണ്ട് പ്രധാനമായിട്ടും സക്സസ്ഫുള്ളി ചെയ്തു. കോംപ്ലെക്സ് ഹാർട്ട് സർജറിയാണ് ടെലി റോബോട്ടിക് സിസ്റ്റം. നമ്മുടെ ഇൻഡിജിനസ് സിസ്റ്റം വെച്ച് നമ്മൾ ഇത്ര കിലോമീറ്റർ ദൂരെ നിന്ന് വേറെ സ്ഥലത്തുനിന്ന് സർജറി ചെയ്യാണ്. സെറ്റിംഗ് എ ന്യൂ റെക്കോർഡ് ഫോർ പ്രൊസീജിയർ. പുതിയൊരു റെക്കോർഡാണ്, നാഷണൽ റെക്കോർഡാണ്. സോ ഇതിന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് SSI മന്ത്ര എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. റോബോട്ടിക് സിസ്റ്റം SSL ഇതുണ്ടാക്കിയ റോബോട്ടിക് സിസ്റ്റം ഉണ്ട്. ഈ SSI സിസ്റ്റം വെച്ചിട്ടാണ് ദ ഡോക്ടേഴ്സ് വർ നോട്ട് ഫിസിക്കലി പ്രസന്റ് വിത്ത് ദ പേഷ്യൻസ് ഡ്യൂറിങ് ദ സർജറി. അവരവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. സോ ഇതിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ടൈം കുറവാണ്, ഇൻക്രീസ് പ്രിസിഷൻ, മിനിമൽ ട്രോമ ടു ദ പേഷ്യൻ ആൻഡ് ഫാസ്റ്റർ റിക്കവറി. വേറെ സ്ഥലത്ത് നിന്ന് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിലും ടെക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ലാറ്റൻസി എന്നൊക്കെ ഒരു സംഭവം ഉണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ വേറെ സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഇതിൻ്റെ കണക്ടിവിറ്റി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഡെവലപ്പിംഗ് സ്റ്റേജിലാണെങ്കിൽ പോലും ഇതൊരു പുതിയ റെക്കോർഡാണ് ഇങ്ങനെ ഒരു സർജറി ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ടെലി റോബോട്ടിക് സർജറിയുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി ഷുഡ് ബി നോയിങ് അബൌട്ട് എന്താണ് ടെലി, ഇതിൻ്റെ ഒരു ഫ്യൂച്ചറും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഡെഫിനറ്റ്ലി നല്ലതാണ്. സോ അതാണ് ടെലി റോബോട്ടിക് സർജറിനെ കുറിച്ചിട്ട് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. പിന്നെ അടുത്തത് NDRF ആണ്. നേരത്തെ വന്നു, ഇതിൻ്റെ സെലിബ്രേഷനാണ്, റേസിംഗ് ഡേ സെലിബ്രേഷനാണ് NDRFൻ്റെ. സോ പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏജൻസിയും കൂടാണ് NDRF എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടാകും, ഈ ഓറഞ്ച് ഉടുപ്പിട്ട ആൾക്കാർ പലപ്പോഴും ഏത് ഡിസാസ്റ്റർ ഉണ്ടെങ്കിലും അവർ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു സ്പെഷ്യലൈസ്ഡ് ഫോഴ്സാണ്. 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഫോഴ്സ് വന്നത്. നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ രണ്ടിനും ഇവർ ഏത് സമയത്തും ഇവർ റെഡിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ഏകദേശം 12,000 ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം ആൾക്കാർ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 8 വേരിയസ് ഡിസാസ്റ്റേഴ്സിൽ പല ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്ത് വലിയൊരു സ്റ്റാൻഡ് ബൈ ഫോഴ്സാണ് NDRF എന്നുള്ളത്. 2025 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിന് ശേഷമാട്ടോ ഇത് ഫോം ചെയ്തിരിക്കുന്നത്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാം NDRF ഇറ്റ്സ് ഫോംഡ് ആഫ്റ്റർ ദാറ്റ്. പിന്നെ നമുക്ക് അടുത്തത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്ക് ബ്രിക്സ് ആണ്. നമ്മുടെ ലാസ്റ്റ് പ്രധാനപ്പെട്ട ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട പ്രധാന കാര്യം, നൈജീരിയ ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ കൺട്രി ഓഫ് ദ ബ്രിക്സ്. ഇപ്പോൾ ബ്രിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഇതുവരെയെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടാകും, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ് എന്നുള്ളത്. ഈ അടുത്ത് ബ്രിക്സിൽ പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാരെ ആഡ് ചെയ്തു. ഇത് കൂടാണ്ട് പാർട്ട്ണർ കൺട്രി എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരെയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ബ്രിക്സിൽ. സോ അതെന്താണ്, വാട്ട് യു മീൻ ബൈ എ പാർട്ട്ണർ കൺട്രി? അവർ മെമ്പേഴ്സ് ആണോ? ശരിക്കും അല്ല, അവർ ശരിക്കും മെമ്പേഴ്സ് അല്ല. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആസ് ഓഫ് ജനുവരി 20 വെച്ചിട്ട് ബ്രിക്സിന് 10 മെമ്പേഴ്സ് ഉണ്ട്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഇതല്ലാണ്ട് പ്രധാനപ്പെട്ട നമുക്കറിയാത്ത മെമ്പേഴ്സ് ഇറാൻ മെമ്പറാണ്, ഈജിപ്റ്റ് മെമ്പറാണ്, എത്തിയോപ്യ മെമ്പറാണ്, ഇന്തോനേഷ്യ ആൻഡ് UAE. സോ ഇറാൻ, ഈജിപ്റ്റ്, എത്തിയോപ്യ ഇത് പുതിയ മെമ്പേഴ്സാണ് ബ്രിക്സിൻ്റെ. അതുകൂടാണ്ട് എക്സ്ട്രാ വന്നിരിക്കുന്ന പുതിയ പാർട്ട്ണർ കൺട്രീസ് എന്ന് പറയുന്നത് നൈജീരിയ, ബെലാറസ്, ബൊലീവിയ, ക്യൂബ, കസാക്കിസ്ഥാൻ, മലേഷ്യ, തായ്ലൻഡ്. ഇത് ഓർത്തു വെക്കണമെന്നില്ല, പക്ഷേ യു ഷുഡ് റിമെമ്പർ വാട്ട് ഡു യു മീൻ ബൈ പാർട്ട്ണർ കൺട്രീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പാർട്ട്ണർ കൺട്രീസ് എന്നുള്ളതും കൂടെ നമുക്കിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. സോ പാർട്ട്ണർ കൺട്രീസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, അതെന്ന് പറയുന്നത് ബ്രിക്സ് ബ്ലോക്സ് ദ നേഷൻസ് ദാറ്റ് ഹാവ് സ്പെഷ്യൽ, ഇതെന്ന് പറഞ്ഞത് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് കോർ ബ്രിക് കൺട്രീസ്. ദേ ആർ നോട്ട് ഫുൾ, ഇതിൽ പ്രധാനമുണ്ട്, ദേ ആർ നോട്ട് ഫുൾ മെമ്പേഴ്സ്. ദിസ് പോയിന്റ് ഇസ് ടു ബി നോട്ടഡ്. ഇവർ ബ്രിക്സ് മീറ്റിംഗ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പ്രൊജക്ട്സിലും ആക്ടിവിറ്റീസിലും ഒക്കെ പങ്കെടുക്കും. ബട്ട് ദേ ഡു നോട്ട് ഹാവ്, വെരി ഇമ്പോർട്ടൻറ്റ്, ദേ ഡു നോട്ട് ഹാവ് ദ സെയിം വോട്ടിംഗ് റൈറ്റ്സ് ഓർ ഡിസിഷൻ മേക്കിംഗ് പവർ ആസ് ഫുൾ മെമ്പേഴ്സ്. ആ ഫുൾ മെമ്പേഴ്സിൻ്റെ പവർ ഇല്ല ഇതിനകത്ത്, അതാണ് പവർ ഇല്ല അവർക്ക്. പക്ഷേ ഈ പുതിയ മെമ്പേഴ്സിൻ്റെ പേര് ഓർത്ത് വയ്ക്കണം, ഇറാൻ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ന്യൂ ബ്രിക് മെമ്പേഴ്സ് എന്ന് ചോദിച്ച് അതിനകത്ത് നിന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ന്യൂ ബ്രിക് മെമ്പേഴ്സ് എന്ന് തന്നിട്ട് ദേ ക്യാൻ ആസ്ക് യു അബൌട്ട് നൈജീരിയ, ഈജിപ്റ്റ് ആൻഡ് ഇന്തോനേഷ്യ എന്ന് 3 ചോദ്യം ചെന്നിട്ട് 1 and 2, 2 only, 2 and 3, 1, 2 and 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കണ്ടെത്താൻ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാന ന്യൂസിലുള്ളത്. സോ ന്യൂസ് സ്കാൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തത്. ഞാൻ ഇനിയും ന്യൂസ് സ്കാൻ്റെ ക്ലാസ്സുകൾ പത്രം ഡെയിലി ഇടുന്നതിനെക്കാട്ടും
പ്രധാനപ്പെട്ട വാർത്തകൾ ഇതേപോലെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ. ഞാൻ ഇതിൽ എഡിറ്റോറിയൽ ഇട്ടിട്ടില്ല, എഡിറ്റോറിയൽ വേറെ ക്ലാസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അങ്ങനെയാണ് ഇനിയിപ്പോൾ അടുത്ത 4 മാസം 2025, 26, 27ലേക്ക് നിങ്ങൾ കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും കുഴപ്പമില്ല, യു ക്യാൻ വാച്ച് ദിസ്. പക്ഷേ കുറച്ചുകൂടെ ക്രിസ്പ് ആയിട്ടാണ് ഞാൻ ഇനി ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം സമയമില്ല, പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഇത് കണ്ട്, ഇതിപ്പോൾ 3, 4, 5 ദിവസത്തെ വാർത്തകൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്കും ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി. ന്യൂസ് സ്കാൻ്റെ ക്ലാസ് നമ്പർ 1 ആണ് 2025 എക്സാമിൽ. അടുത്ത ഇനി വളരെ പീരിയോഡിക് ആയിട്ട് തന്നെ ഇട്ടോളാം ഞാൻ ക്ലാസ്സുകൾ. ഡു നോട്ട് വറി, പ്ലീസ് കം ബാക്ക് ആൻഡ് ലേൺ അഗെയിൻ. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ. താങ്ക് യു.